ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് രാവിലെ തന്നെ ഈ ചായ കാണിച്ചിരുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ഷോട്ട് ഇതാണ് കേട്ടോ. അപ്പം നമ്മളുടെ വീട്ടിലെ വസതം കഴിഞ്ഞ് ഇനി ഹോസ്റ്റലിലോട്ട് റിട്ടേൺ പോകാനുള്ള സമയമായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് ചായ കുടിക്കുകയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് വിരുന്ന് ഉമ്മമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത് നിന്നിട്ട് ഉമ്മമ്മ അങ്ങനെ ചോദിക്കുകയാണ് എന്താണ് കഴിക്കണത്, എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ. അപ്പം നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത് പൊറാട്ടയും മുട്ടക്കറിയാണ്. നമ്മളിന്ന് പുറത്തുനിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ പുറത്തത്തെ ഫുഡ് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഹോസ്റ്റലിലേക്ക് തിരിച്ച് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊന്നും ഇപ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സും പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പ്രൊമോഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രാൻഡിൻ്റെ സെയിം ടോപ്പ് കേട്ടോ. എൻ്റെ സെയിം ബ്രാൻഡിൻ്റെ ടോപ്പാണ്. നമ്മളിത് ഇന്നലെയാണ് കേട്ടോ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഈ പ്ലിക്സിൻ്റെ ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ്സ് നമുക്ക് പ്രൊമോഷന് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് ഇനി ഹോസ്റ്റലിൽ പോയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ കോളേജ് ടീഷർട്ടും ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ട്. ബാഗൊക്കെ ഏതൊക്കെയോ മൂലക്കിലായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് പാക്ക് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ ഷൂ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലേസ് നല്ല വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്യാണ്ട് കേട്ടോ. ഉള്ളും നിങ്ങൾ നോക്കണ്ട കേട്ടോ, കാരണം ആകെ അലമ്പടിച്ച് കിടക്കുക. ഞാനുള്ള പേപ്പറും മറ്റു ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ അതിലെടുത്ത് കുത്തി നിറക്കും. കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ മമ്മ ഇന്നലെ ദിലു കൊടുന്ന ചക്ക പൊളിക്കുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ചക്ക ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കൊതിയാണ് കേട്ടോ ചക്കക്കും മാങ്ങക്കും ഒക്കെ. അപ്പം ഞാൻ മമ്മ ചക്ക പൊളിക്കുന്നിടത്തേക്ക് പോയി നോക്കുകയാണ്. എനിക്ക് ഓവർ പഴുത്ത് ഇങ്ങനെ ആയ ചക്ക ഇഷ്ടമല്ല കേട്ടോ. ഒരു മീഡിയം പഴുപ്പുള്ള ചക്കേനെ ഇഷ്ടം. അത് ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വയറ് നിറച്ച് തിന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കുളി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ടോപ്പ്. എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു യെല്ലോ കളറിൽ വരുന്നൊരു അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ട് വരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. ഇനി നമുക്ക് മലപ്പുറം കുന്നുമെന്ന് KSRTC ബസ് കാരണം കേട്ടോ. കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ബസ് കിട്ടി. ഞാൻ എപ്പോൾ ബസ് കയറുകയാണെങ്കിൽ ഈ ഒരു വിൻഡോ സീറ്റ് എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. പിന്നെ ചോറ് അയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ കയറിയപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പാട്ടും കേട്ടിട്ട്. എനിക്ക് പോകുമ്പോൾ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്, പാട്ട് കേട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഛർദ്ദിക്കില്ല കേട്ടോ. അതല്ല പാട്ട് കേൾക്കാതെ ഞാൻ ബസ്സിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഛർദിൽ വരും. അങ്ങനെ കോഴിക്കോട് എത്തിയിട്ട് അമ്മണിക്കുട്ടീനായിട്ട് ഞങ്ങൾ ബ്യൂട്ടി പാർലർക്ക് പോവാണ്. ഇന്ന് നമുക്കൊരു ഷൂട്ടും ഉണ്ട് കേട്ടോ പാർലറിൽ. പിന്നെ അമ്മണിക്കുട്ടിക്ക് ഒരു ആഗ്രഹം ബൊട്ടോക്സ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഓളെയും കൊണ്ട് ബ്യൂട്ടി പാർലറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാണ്. ഓള് ഹോസ്റ്റലിൽ പുതിയ സ്റ്റാൻഡിൽ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേന് എൻ്റെ കോലൊക്കെ ഒരുമാതിരി വെക്കണം കേട്ടോ. മേക്കപ്പ് ഒക്കെ ഇട്ടത് ഒലിച്ചു പോയി. ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ട് ഓളിങ്ങനെ സ്റ്റെപ്പ് കയറി പോവാണ്. നല്ല മഴ ഉണ്ടായിരുന്നു. മഴയൊക്കെ കൊണ്ട് നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് എത്തുന്നത് കേട്ടോ. നമ്മളോട് കുറച്ച് നേരത്തെ എത്താൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർലറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഓള് ബൊട്ടോക്സിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഓളെ ഹെയറിൽ ഓൾറെഡി ഓള് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ബൊട്ടോക്സ് ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാനത് അങ്ങോട്ട് സാധിച്ചു കൊടുത്തു. ഈ ടോപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങൾ പറയട്ടെ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ മറ്റേ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ പോലെ മറ്റേ എന്തോ അസുഖം വന്ന ആൾക്കാർ മാതിരി തല ഫുള്ള് മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഓളെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊരു സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെയർ ഒന്ന് സ്മൂത്തനാവാൻ വേണ്ടിയിട്ട് നല്ലൊരു മസാജാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ വന്നിട്ടുള്ളത് ല്യൂയർ സലൂണിലാണ് കേട്ടോ, ഇവിടെ പെരവപ്പടിയുള്ള. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മസാജ് ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അത് ആ ചേച്ചി മസാജ് ചെയ്ത് തലവേദന മാറിക്കിട്ടി. അങ്ങനെ നല്ലൊരു വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് സ്പായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മൊബൈലിൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡും കഴിക്കണം. അപ്പോൾ ടാറ്റാ.